സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ആകർത്യങ്ങൾ അകറ്റിയൻ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആ ദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഹാലലു ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഉറങ്ങിയ ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണരുവാൻ സഹായിച്ചല്ലോ. നന്ദി അപ്പാ, നന്ദി നന്ദി കർത്താവേ. അപ്പാ, ഈ പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നതപ്പാ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ സകല അവസ്ഥകൾ പറഞ്ഞ് സ്വർഗം മാനിക്കുവാൻ പോകുന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവ് ചില നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. രോഗാവസ്ഥകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. കടഭാരത്തിൻ്റെ മധ്യത്തിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എന്നാൽ എല്ലാറ്റിനും പരിഹാരം എൻ്റെ അപ്പൻ്റെ പാദപീഠമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന വചനം പറഞ്ഞ കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളുമായി ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നൊരു ദൈവമുള്ളതോർത്ത് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം എല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. സ്വർഗീയ ദൂതന്മാരാൽ ഇന്ന് വരെ ഞങ്ങളെ കാവൽ ചെയ്ത് സൂക്ഷിച്ച് പരിപാലിച്ചു. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിപ്പാനായിട്ട് ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ അടിയനെ സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച ഓരോ മക്കളെയും പേര് പേരായി സമർപ്പിക്കട്ടെ. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ അനുഗ്രഹം പകരുവാൻ അവിടുന്ന് കഴിയുമല്ലോ. വിടുതലയ്ക്കുവാൻ അവിടുന്ന് കഴിയുമല്ലോ. സമാധാനം നൽകുവാൻ അവിടുന്ന് കഴിയുമല്ലോ. സൗഖ്യം നൽകുവാൻ അവിടുന്ന് കഴിവുണ്ടല്ലോ. മനസ്സലിവുള്ള ദൈവമാണല്ലോ. ഓരോ മക്കളെയും അറിഞ്ഞ് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടട്ടെ. അവർക്ക് ഏറിയ ബുദ്ധിയും ഞാനും ഒപ്പച്ച് നൽകിക്കാട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ, മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കൾ, OITയും IELTSഉം പഠിക്കുന്നവർ, കർത്താവേ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ട് തരുന്ന കർത്താവേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ, വഴികളെ തുറക്കണമേ, തടസ്സം മുടക്കം മാറ്റിമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി എടുത്ത് നിശ്ചയമാണ്. കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവരെയും ഈ സമയം ചാർത്ത് വയ്ക്കുന്നു. അനുഗ്രഹിച്ചു കൊള്ളണം. സമാധാനത്തോടെ ജോലി കാര്യങ്ങളെയൊക്കെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സമാധാനം നൽകി സന്തോഷത്തോടെ വസിപ്പാൻ ഇടയാക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന ഉപജീവന മാർഗം അനുഗ്രഹിച്ച് നൽകുന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവ്, ജോലി ചെയ്യുന്ന മക്കൾക്ക് ആരോഗ്യം ബലവും ആയുസ്സും കൊടുത്തവരെ കാത്തുകൊള്ളണം. ഏറെ പ്രതിഫലം കൊടുത്ത് മാനിച്ചു കൊള്ളണം. കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സമാധാനത്തിൽ കാത്തുകൊള്ളുമാറാകണം.
ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ മാസത്തികളും കൂട്ടിരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളും സ്വർഗ്ഗം എടുത്തു മാറ്റി സമാധാനത്തോടെ ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കടഭാരത്താൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ എൻ്റെ അപ്പൻ കഴിയും. എൻ്റെ അപ്പൻ മനസ്സലിയുള്ളവന് തൻ്റെ മക്കളെ സഹായിക്കണേ, വിട്ടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കട്ടെ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കട്ടെ. എൻ്റെ തമ്പുരാനെ, ഉത്തമമായ ഒരു ഭവനം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കണമേ. അവരുടെ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകുവാൻ തക്കണം ദൈവമിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കൾക്കും അത് പൂർത്തീകരിച്ച് പാർക്കുവാനും സ്വർഗമിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ എൻ്റെ അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. വലയുവാനോ ഭാരപ്പെടുവാനോ ഇടയാകാതണം. നിത്യസ്ഥാനത്ത് എത്തുവോളം കൃപയ്ക്കുള്ളിൽ അങ്ങ് മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വാഹനങ്ങളെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര കുത്തുന്നു. പൊന്നപ്പച്ചൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ എല്ലാ മക്കളെയും മറയ്ക്കണമേ കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ട്. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പുതുവർഷക്കാലം കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന കർത്താവ്, എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ പ്രത്യേകിച്ച് അല്പം വസ്തു വിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ജീവിതമുണ്ട്. വസ്തു വിറ്റിട്ട് ഭവനം പണിയണം കർത്താവെ. അതിനാഗ്രഹിക്കുന്ന ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. കർത്താവ് ദൂതനെ അവിടെ ഇറക്കണമേ കർത്താവെ. അത് വാങ്ങിക്കുവാൻ തക്കണം ആവശ്യക്കാരെ അവിടെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയൊക്കെ അത് ലഭിക്കണം കർത്താവെ. അത് ദൈവനാമം മഹത്വപ്പെടാൻ സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവ്, ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ. അപ്പം ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കൾക്ക് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ പൊന്നുകാരം ചാർത്ത് വയ്ക്കണം. കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കളെ കാത്തുകൊള്ളണം. അത് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കണം കർത്താവ്. വലിയൊരു നന്മ അവരിൽ നിന്ന് കൊണ്ടാകണം. അപ്പം അവർ തൃപ്തിയാകുവോളം സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. ശത്രു ആരെയും കാണരുത്, ദുഷ്ടപിശാച് ആരെയും തുടരുതേ. അപ്പം പൊന്നുകാരം ചാർത്ത് പിടിക്കണമേ കർത്താവേ. ആരെ വിഴുകൊണ്ട് നലർന്ന് മുമ്പോലെ ദുഷ്ടരായവൻ ഓടി നടക്കുമ്പോൾ കർത്താവെ, ഒരു ശത്രു ഞങ്ങളുടെ ആ പ്രിയപ്പെട്ടവരെ കാണുവാൻ ഇടയാകാതോണം. കാൽവരിച്ച കാട്ടുകളിൽ ഓരോ ജീവിതങ്ങളെയും മറച്ചേ മതിയാകുന്ന അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. മുൻപും പിൻപും ഇവിടവും ബലവും ദൂതന്മാരാൽ കാവൽ ചെയ്ത് ഓരോ മക്കളെയും ഭദ്രമായി സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു കർത്താവെ. എൻ്റെ അപ്പാ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും സമാധാനവും അവിടുത്തെ പക്കലാ. ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു വരിക്കുന്നു എന്നുള്ള വചനം ആമേൻ. അത് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പ്രവഹിക്കട്ടെ കർത്താവേ. സ്തോത്രം. ഓരോ മക്കളും അത് തിരിച്ചറിയട്ടെ കർത്താവേ. ആ രക്തസ്രാവ സ്ത്രീ അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടപ്പോൾ അവിടെ നിന്നും ശക്തി പുറപ്പെട്ട് ആ ശരീരം അത് തിരിച്ചറിഞ്ഞ് സൗഖ്യം പ്രാപിച്ചതുപോലെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ രോഗികളോട് മനസ്സലിവും കരുണയും കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൊട്ട് ഒരു ഭംഗിയെ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ ദൈവമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാകിയാൽ സൗഖ്യം കാത്തുകിടക്കുന്ന ഓരോ മക്കളുടെ മേലും ആണിപ്പഴുതുള്ള കരം വെച്ച് സൗഖ്യപ്പെടുത്തിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബലനിലുള്ള മനുഷ്യനാ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയിൽ എല്ലാവരെയും നടത്തുമാറാകണമെന്നും പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ഓരോ മക്കളുടെയും സകല ആവശ്യങ്ങളുടെ മേലും സ്വർഗമിറങ്ങി പ്രവർത്തിച്ചാട്ട് കർത്താവ്. എല്ലാ വേദനകളും ഭാരങ്ങളും സ്വർഗം ഏറ്റെടുത്താട്ട് ദൈവമേ. ഹല്ലേലൂയ കർത്താവ്, നീ അത്ഭുതം ചെയ്യുന്ന ദൈവമാ, മാനിക്കുന്ന ദൈവമാ, ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാ, കരം പിടിച്ച് നടത്തുന്ന ദൈവം, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ഇന്ന് വരെ അങ്ങനെ നടത്തിയെങ്കിൽ പിന്നെയും സ്വർഗം ഞങ്ങളെ ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും ഇത് വലിയൊരു അനുഗ്രഹം വിടുതലുമായി മാറട്ടെ കർത്താവ്. ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമേ കർത്താവ്. ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ഇന്ന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല കർത്താവ്. എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന മക്കളാക്കി ഞങ്ങളെ എല്ലാം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണേ. അപ്പൻ്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ തീർക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പരമാർത്ഥ ഹൃദയത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാൻ ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. നീ പാപികളെ സ്നേഹിക്കുന്ന ദൈവമാ, പാപത്തെ വെറുക്കുന്ന പരിശുദ്ധനായ ദൈവമാ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയത്തെയും അപ്പച്ചൻ്റെ പാദമെടുത്ത് ചേർത്ത് വെച്ചല്ലോ. ഉള്ളങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഹൃദയങ്ങളെ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, എല്ലാ വ്യസനത്തിൻ്റെ മാർഗ്ഗങ്ങളും എടുത്തു മാറ്റി ശാശ്വത മാർഗ്ഗത്തിൽ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാലേ, ഞങ്ങളുടെ കൂട്ടങ്ങളെ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹാലേലു. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിലെല്ലാം ഇറങ്ങി പ്രവർത്തിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. സുവിശേഷ വേലകളെ വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഭരണകൂടങ്ങളെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ ഉത്തരവാദിത്വത്തോടും ദൈവകൃപയോടും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാവരെയും നിർത്തണം. ഞങ്ങൾ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കർത്താവ് പ്രിയപ്പെട്ടവരെയും കരുതിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം, നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.